എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കംപ്രസർ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നും മോട്ടോർ ടെർമിനലുകൾ തിരിച്ചറിയാമെന്നും നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും: 1. കംപ്രസർ ഹെർമെറ്റിക് പമ്പിംഗ് കാര്യക്ഷമത പരിശോധിക്കുക. 2. കംപ്രസർ വിൻഡിംഗ് പരിശോധിക്കുക. 3. കംപ്രസറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് പരിശോധിക്കുക. 4. ടെസ്റ്റ് ലാമ്പുകൾ ഉപയോഗിച്ച് കംപ്രസർ ടെർമിനലുകൾ തിരിച്ചറിയുക. 5. ഒരു ഓം മീറ്റർ ഉപയോഗിച്ച് കംപ്രസർ വിൻഡിംഗ് തിരിച്ചറിയൽ. ഈ എക്സസൈസ് പ്രായോഗികമാക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും ടൂളുകളും നമുക്ക് ശേഖരിക്കാം. ഗേജ് മാനിഫോൾഡ് ഒരെണ്ണം, ചാർജിംഗ് ലൈൻ ഒരെണ്ണം, റാച്ചറ്റ് റേഞ്ച് ഒരെണ്ണം, അഡ്ജസ്റ്റ്മെന്റ് റേഞ്ച് ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം, ഇൻസുലേറ്റഡ് നോസ് പ്ലെയർ ഒരെണ്ണം, ലൈൻ ടെസ്റ്റർ ഒരെണ്ണം, റെഫ്രിജറന്റ് സിലിണ്ടർ ഒരെണ്ണം, ഹെർമെറ്റിക് കംപ്രസർ ഹൈ കപ്പാസിറ്റി ഒരെണ്ണം, സ്ക്രൂ ഡ്രൈവർ 200 mm ഒരെണ്ണം, സോൾഡറിംഗ് അയൺ 65 വാട്ട്സ് ഒരെണ്ണം, സീരീസ് ടെസ്റ്റ് ലാമ്പ് ഒരെണ്ണം, സീൽ ചെയ്ത കംപ്രസർ സ്മോൾ കപ്പാസിറ്റി ഒരെണ്ണം. നടപടിക്രമം: ടാസ്ക് 1. കംപ്രസർ ഹെർമെറ്റിക് പമ്പിംഗ് കാര്യക്ഷമത പരിശോധിക്കുക. സ്റ്റെപ്പ് 1. ഒരു പ്രഷർ റെഗുലേറ്റർ ഉപയോഗിച്ച് ഹെർമെറ്റിക് കംപ്രസറിന്റെ പ്രോസസ് ട്യൂബിലേക്ക് റെഫ്രിജറന്റ് സിലിണ്ടർ ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 2. കംപ്രസറിന്റെ ഡിസ്ചാർജ് സൈഡ് ഉചിതമായ ശേഷിയുള്ള ഒരു കണ്ടൻസർ കോയിലുമായി ബന്ധിപ്പിക്കുക. ഇപ്പോൾ കണ്ടൻസർ കോയിലിന്റെ മറ്റേ അറ്റം 0 മുതൽ 20.5 കിലോഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ വരെയുള്ള പ്രഷർ ഗേജുമായി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 3. സോപ്പ് ലായനി ഉപയോഗിച്ച് എല്ലാ ജോയിന്റുകളിലും ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. സ്റ്റെപ്പ് 4. കംപ്രസറിന്റെ പ്രോസസർ ട്യൂബിൽ 150 PSI സ്ഥിരമായ മർദ്ദത്തിൽ റെഫ്രിജറന്റ് നീരാവി വാതകം വിതരണം ചെയ്യുക. സ്റ്റെപ്പ് 5. താഴെ നൽകിയിരിക്കുന്നത് പോലെ വാൽവിന്റെ ഹെഡ് മർദ്ദം നിർമ്മിക്കുന്നതിന് കംപ്രസർ ആരംഭിച്ച് കുറച്ച് സെക്കൻഡ് പ്രവർത്തിപ്പിക്കുക. നിർദ്ദിഷ്ട ഡിസ്ചാർജ് മർദ്ദം കൈവരിക്കുമ്പോൾ ടാബുലേഷനിലെന്ന പോലെ കംപ്രസർ നിർത്തുക. സ്റ്റെപ്പ് 6. 1 മിനിറ്റിനുള്ളിൽ മർദ്ദം കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ടാബുലേഷനിൽ ഇത് നിശ്ചിത പരിധിക്കുള്ളിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സ്റ്റെപ്പ് 7. ഡ്രോപ്പ് നിർദ്ദിഷ്ട പരിധി കവിയുന്ന സാഹചര്യത്തിൽ കംപ്രസറിന് ഒരു പമ്പിംഗ് വൈകല്യമുണ്ട്, അല്ലെങ്കിൽ കംപ്രസർ തികച്ചും കുഴപ്പമില്ല. ടാസ്ക് 2. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഹെർമെറ്റിക് കംപ്രസർ വൈൻഡിംഗ് പരിശോധിക്കുക. ഫ്രാക്ഷൻ ഹോഴ്സ് പവർ ഹൈമാറ്റിക് കംപ്രഷൻ ഓം മീറ്റർ ഉള്ള ടെർമിനൽ പിന്നുകൾ. എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് ഇനി പറയുന്നവ ഓർമ്മിക്കുക. വിൻഡിംഗ് റെസിസ്റ്റൻസ് പ്രവർത്തിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും വിൻഡിംഗ് ആരംഭിക്കുന്നതിനേക്കാൾ കുറവാണ്. വിൻഡിംഗ് പ്രതിരോധം ആരംഭിക്കുന്നത് എല്ലായ്പ്പോഴും ഓടുന്ന വിൻഡിങ്ങിനേക്കാൾ ഉയർന്നതാണ്. റണ്ണിന്റെയും സ്റ്റാർട്ടിംഗ് വിൻഡിങ്ങിന്റെയും പ്രതിരോധം ആരംഭിക്കുന്നതിന്റെയും വിൻഡിംഗ് റെസിസ്റ്റൻസ് റൺ ചെയ്യുന്നതിന്റെയും പ്രതിരോധം. സ്റ്റെപ്പ് 1. ഓം മീറ്റർ കുറഞ്ഞ ശ്രേണിയിൽ റെസിസ്റ്റൻസ് മോഡിൽ സജ്ജമാക്കുക. സ്റ്റെപ്പ് 2. എയും സിയും തമ്മിലുള്ള പ്രതിരോധം അളക്കുക, 20 ohms. സ്റ്റെപ്പ് 3. എയും ബിയും 40 ohms തമ്മിലുള്ള പ്രതിരോധം അളക്കുക. സ്റ്റെപ്പ് 4. സിയും ബിയും തമ്മിലുള്ള പ്രതിരോധം അളക്കുക, 60 ohms. സ്റ്റെപ്പ് 7. ടാബുലേഷനിൽ എല്ലാ മൂല്യങ്ങളും രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 8. തിരിച്ചറിഞ്ഞ എ ടെർമിനൽ പിൻ സാധാരണ ടെർമിനലായി മാറുന്നു. സ്റ്റെപ്പ് 9. തിരിച്ചറിഞ്ഞ ബി ടെർമിനൽ പിൻ വൈൻഡിംഗ് ആരംഭിക്കുന്നു. സ്റ്റെപ്പ് 10. തിരിച്ചറിഞ്ഞ സി ടെർമിനൽ പിൻ റൺ വൈൻഡിംഗ് റെസിസ്റ്റൻസ് മൂല്യം നിർമ്മാതാവിൽ നിന്ന് നിർമ്മാതാവിന് അല്പം വ്യത്യാസപ്പെടുത്തുന്നു. ടാസ്ക് 3. കംപ്രസറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് പരിശോധിക്കുക. സ്റ്റെപ്പ് 1. ഓം മീറ്റർ സ്കെയിൽ തിരഞ്ഞെടുക്കുക, R×1000. സ്റ്റെപ്പ് 2. കംപ്രസർ ടെർമിനലിൽ എ പ്രോബ് സ്ഥാപിക്കുക. സ്റ്റെപ്പ് 3. കംപ്രസറിന്റെ മെറ്റൽ കേസിംഗിൽ ബി പ്രോബ് സ്ഥാപിക്കുക. സ്റ്റെപ്പ് 4. തുടർച്ച പരിശോധിക്കുക. തുടർച്ചയുണ്ടെങ്കിൽ കംപ്രസർ ഗ്രൗണ്ടിലാണ്. സ്റ്റെപ്പ് 5. തുടർച്ചയില്ലെങ്കിൽ കംപ്രസർ ഗ്രൗണ്ട് ചെയ്തിട്ടില്ല. ടാസ്ക് 4. ടെസ്റ്റ് ലാമ്പുകൾ ഉപയോഗിച്ച് കംപ്രസർ ടെർമിനലുകൾ തിരിച്ചറിയുക.
സ്റ്റെപ്പ് 1. ഒരു ടെസ്റ്റ് ലാമ്പ് തയ്യാറാക്കുക. ലാമ്പിന്റെ ഒരറ്റം ടെസ്റ്റ് ബോർഡിലെ ഫേസ് ടെർമിനലിലേക്കും മറ്റേ ടെർമിനൽ കംപ്രസറിലെ ഏതെങ്കിലും ടെർമിനലുകളിലേക്കും എക്സ് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 2. ഒരു കഷ്ണം വയർ എടുക്കുക. കംപ്രസറിന്റെ മറ്റേ ടെർമിനലിൽ വൈ ഒരറ്റവും ന്യൂട്രലിലും വയ്ക്കുക. ലാമ്പിന്റെ പ്രകാശം നിരീക്ഷിക്കുക. കുറഞ്ഞ പ്രകാശം പ്രവർത്തിപ്പിക്കുന്നതും ആരംഭിക്കുന്നതും തിരിച്ചറിയപ്പെട്ട ശേഷിക്കുന്ന ടെർമിനലുകൾ സാധാരണവുമാണ്. റണ്ണിങ്ങും പൊതുവായ പരമാവധി തെളിച്ചവും തിരിച്ചറിയപ്പെട്ട ശേഷിക്കുന്ന ടെർമിനലുകൾ ആരംഭിക്കുന്നു. XY പ്ലസ് XZ YZ ഓംസ്. നല്ല വൈൻഡിംഗ് പ്രതിരോധം മുകളിൽ പറഞ്ഞ ഫലങ്ങൾ കാണിക്കുന്നു. ടെർമിനലുകളുടെ ജോഡി പരിശോധിച്ച് അളക്കുക. X, Y, XZ, ABD, YZ. അവ വ്യത്യസ്ത ഓമുകളെ സൂചിപ്പിക്കുന്നു. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്: 1. കംപ്രസറിന്റെ ഹെർമെറ്റിക് പമ്പിംഗ് കാര്യക്ഷമത പരിശോധിക്കുക. 2. കംപ്രസർ വൈൻഡിംഗ് പരിശോധിക്കുക. 3. കംപ്രസറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് പരിശോധിക്കുക. 4. ടെസ്റ്റ് ലാമ്പുകൾ ഉപയോഗിച്ച് കംപ്രസർ ടെർമിനലുകൾ തിരിച്ചറിയുക. 5. ഒരു ഓംമീറ്റർ ഉപയോഗിച്ച് കംപ്രസർ വിൻഡിംഗ് തിരിച്ചറിയൽ.